അപ്പോൾ ഷൈൻ വക്കീലിങ്ങനെ ശരിക്കും അങ്ങ് വളരെ പ്രൊവോക്ഡ് ആയിട്ടാണ് അവിടെ വന്നത്. നീയൊക്കെ പറഞ്ഞു തീർന്നോടി, നീയൊക്കെ വാട്സാപ്പിൽ എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് വളരെ രോഷാവലനായിട്ടാണ് അവിടെ വരുന്നത്. വരുമ്പോൾ ഞാൻ സൈഡിൽ കൂടെ ഈ സുധീർ വക്കീൽ വരുമായിരുന്നു. സുധീർ വക്കീൽ അപമര്യാദയായിട്ട് എൻ്റെ അടുത്ത് പെരുമാറിയപ്പം ഞാനത് റെസിസ്റ്റ് ചെയ്തു. വക്കീൽ എന്തോ കാണിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ റെസിസ്റ്റ് ചെയ്തു. പിന്നെ വക്കീൽ എന്നെ തല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു നിമിഷം എൻ്റെ തലയ്ക്കൊരു പെരുപ്പായിരുന്നു ഞാൻ അനുഭവിച്ചത്. വക്കീൽ ആരൊക്കെ പിടിച്ചു മാറ്റിയിട്ട് തന്നെ വക്കീൽ നിർത്തുന്നില്ല. എന്നങ്ങ് ഈ തലയ്ക്കടിക്കുകയും കാലി ചവിട്ടുക, എനിക്ക് തള്ളിയിട്ട് പോലും വക്കീലിൻ്റെ കൈക്കൊക്കെ പിടിച്ച് വക്കീൽ ശരിക്കും എന്നെ ഒരു മൃഗീയമായി മർദ്ദിച്ചു ഈ ഇതിൽ. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വിഷമമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാർ അസോസിയേഷന് നാളെ ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഈവൻ അവർ ദൃസാക്ഷികളാണ് അതിനകത്ത്. എന്തിനാണ് സുധീർ വക്കീൽ എന്നെ തല്ലിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സുധീർ വക്കീൽ എന്നെ എന്തിനു തല്ലി? ഞാനും സുധീർ വക്കീൽ തമ്മിൽ ഒരു വ്യക്തിവിരോധവും ഇല്ല. കാര്യം വക്കീൽ എന്തെങ്കിലും തന്നെ വിഷയം ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയൊരു പാകയുണ്ട്, നമ്മൾ 1-2 അടിയിലങ്ങ് നിർത്തും ഇല്ലേ? ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്കൊരിക്കലും ഈ സുധീർ വക്കീലിനെ കൈപിടിക്കാനോ അല്ലെങ്കിൽ വേറൊരു പുരുഷനെ കൈപിടിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. പക്ഷെ ഇവിടെ അന്യവന്റെ ഭാര്യയെ എടുത്തിട്ട് അടിച്ച് അത് മണിക്കൂറുകളോളം അടിച്ചതിന് ശേഷം ആ പ്രതിക്കെതിരെ ഒരു നടപടിയില്ല. ഈ നട്ടലില്ലാത്ത വാഴത്തട വെച്ച ഈ ബാർ അസോസിയേഷൻ ഭാരകളെ എന്തിനിവിടെ വെച്ചായിരുന്നു? നമസ്കാരം. നീതി വാങ്ങിക്കൊടുക്കേണ്ടവർ നീതിഹത്യ ചെയ്താൽ നീതി ദേവത ആരോടൊപ്പം നിൽക്കും? ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഈ അടുത്തിടെ നടന്ന വളരെ ക്രൂരമായ ഒരു ക്രിമിനൽ സംഭവത്തെക്കുറിച്ച് പറയാം. ഒരു സ്ത്രീയെ തൻ്റെ സഹപ്രവർത്തകർ നോക്കി നിൽക്കെ മറ്റൊരു സഹപ്രവർത്തകൻ ക്രൂരമായി മർദ്ദിക്കുന്നു. മർദ്ദനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊളോക്കിയൽ ലാംഗ്വേജിലൊക്കെ പറയാറുണ്ട് ഓടിച്ചിട്ടടിച്ചെന്ന്. ഇവിടെ ഈ സ്ത്രീയെ സഹപ്രവർത്തകൻ മർദ്ദിച്ചത് അത് അക്ഷരം പ്രതി ശരിയാകുന്ന തരത്തിൽ തന്നെയാണ്. ഇതിൽ അടി കൊടുത്തയാളും അടി കൊണ്ടയാളും മറ്റുള്ളവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയ വക്കീലന്മാരായാലോ തൻ്റെ സഹപ്രവർത്തകയായ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിക്കാൻ ഈ വക്കീലിന് എന്ത് കാരണമാണ് നിരത്താനുള്ളത്? നമുക്ക് ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്ന അഭിഭാഷകയോട് ചോദിക്കാം. മാഡം, ശരിക്കും എന്താണ് നേരത്തെ ഒരു അഭിഭാഷകനുമായിട്ട് ബന്ധപ്പെട്ട് അഭിഭാഷകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറെ വിവാദങ്ങൾ നിലനിന്നിരുന്നു ഞങ്ങൾക്ക് മീഡിയ പ്രവർത്തകർക്ക് അറിയാം. അപ്പൊ അതുമായിട്ട് കണക്റ്റഡ് ആണോ ഈ പ്രശ്നം ഉണ്ടായത്? എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഈ സുധീർ വക്കീലും ഞാനും തമ്മിലൊരു വ്യക്തിവിരോധം എനിക്കില്ല സുധീർ വക്കീലുമായിട്ട്. ഈ ഒരു അഭിഭാഷകനെ മാർച്ചിൽ, ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം മാർച്ചിലാണ് ഇദ്ദേഹത്തിന് ആത്മഹത്യ. അതായത് നമ്മുടെ ബാർ അസോസിയേഷൻ്റെ ഗ്രൂപ്പിനകത്ത് വെളുപ്പിനെ 2 മണിക്ക് എന്തോ ഇദ്ദേഹം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആത്മഹത്യക്കുറിപ്പ്. നെയ്ച്ചേരിയിലെ പയ്യനാണ് പഠിത്തത്തിനോട് കൂടെ ഇരുന്നത്. ഞാൻ എൻ്റെ മോനെ പോലെ കരുതിയിരുന്നത്. അവൻ എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തിരുന്നു. അവന് മാത്രമല്ല അവൻ്റെ കൂട്ടുകാർക്കും ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രീതി. നിനക്കറിയാമല്ലോ, ഞാനിപ്പോൾ ജയിപ്പിക്കായിരുന്നാലും എത്ര ലക്ഷമായിരുന്നാലും ഞാൻ അവർക്ക് സ്പെൻഡ് ചെയ്യും. നാളെ ഞാൻ പറഞ്ഞില്ല, ഒരു പയ്യൻ വന്ന് വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു, 1.5 ലക്ഷം കൊടുത്തു, അത് അവന് തിരിച്ച് കിട്ടില്ല. എനിക്കറിയാം. അങ്ങനെയൊക്കെയുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് പേർക്ക് സഹായങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്കെന്തോ പൈസയുടെ ഒന്നും എനിക്ക് ഭയങ്കര ഇതൊരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ഈ മെസ്സേജ് നിനക്ക് അയക്കാം. ഒരു പക്ഷേ അവർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് വീണ്ടും നീ ഒന്ന് ഇങ്ങനെയുള്ള മെസ്സേജ് അവർ ഡിലീറ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യണം. കാരണം ആൾക്കാരത് കാണാൻ യവന്മാർ. എൻ്റെ ഒരു ആഗ്രഹമാണ് നിനക്കത് നീ ഒന്ന് നോക്കണം. എനിക്ക് വേണ്ടി നീ ഒന്ന് നോക്കണം. അതുകൊണ്ട് ഞാൻ പോവേണ്ട, എനിക്കിനി വയ്യ, എനിക്കിനി ലോകത്തെ വയ്യ. ഞാൻ പോകുമ്പോൾ ഇത്രത്തോളം അവമാനം ഈ പയ്യൻ എനിക്ക് മറ്റു പയ്യനും കൂടെ ചേർന്നതിന് എനിക്ക് തന്നു. അത് വയ്യ. ചെറിയ കാര്യമാണെങ്കിൽ എനിക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. ബാലിശമായിരിക്കാം, പക്ഷെ വയ്യ. ശരിയടാ. മാസങ്ങൾക്ക് മുമ്പാണ് ആറ്റിങ്ങൽ കോടതിയിലെ ഒരു അഭിഭാഷകൻ ആത്മഹത്യ ചെയ്തത്. അന്ന് അത് വക്കീലന്മാരുടെ ഇടയിൽ തന്നെ വലിയ വിവാദമായിരുന്നു. കാരണം മരണത്തിന് മുമ്പ് അദ്ദേഹം വക്കീലന്മാരുടെ ഗ്രൂപ്പിൽ തന്നെ ഇട്ട ആത്മഹത്യാ കുറിപ്പായിരുന്നു. അതിൽ തൻ്റെ മരണകാരണമായ രീതിയിൽ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മറ്റ് 2 ജൂനിയർ വക്കീലന്മാരെയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ അവസാന വാട്സപ്പ് കുറിപ്പിൽ വ്യക്തമാണ് എന്നതാണ് പറയപ്പെടുന്നത്. അന്ന് മരണപ്പെട്ട വക്കീലിന് വേണ്ടി നിലകൊണ്ട വനിതാ വക്കീലന്മാർക്കെതിരെ അന്ന് മരണ വീട്ടിൽ വെച്ച് തന്നെ സഹവക്കീലിൽ നിന്ന് ആക്രമണം ഉണ്ടായെന്ന് ഇത് സംബന്ധിച്ച് വെഞ്ഞാറമൂട് പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്നും ഈ അഭിഭാഷക പറയുന്നു. അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ എനിക്ക് തൊഴുന്ന ഇമോജിയോ ആദരാഞ്ജലികളോ ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അങ്ങനെ എന്തോ ഞാൻ വാട്സപ്പിനകത്ത് നമ്മുടെ ബാർ അസോസിയേഷൻ്റെ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകളും നമ്മുടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന് ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. കാര്യം നമ്മുടെ ബാർ അസോസിയേഷൻ ഒരു അഭിഭാഷകൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വോയിസ് ക്ലിപ്പ് ഇടുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 4 പേര്, ഞാൻ, സുലേഖ വക്കീൽ, പിന്നെ ലാലി, പ്രിയ, അങ്ങനെ ഞങ്ങൾ 4 പേരായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഈ അനിൽ വക്കീലിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഒരാൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു ഇതിൽ ശ്രീജ ആരാണെന്ന് തിരക്കിയായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജയും ഈ ഗ്രൂപ്പിനകത്ത് ഇദ്ദേഹത്തിൻ്റെ മരണം അന്വേഷിക്കണമെന്ന് മെസ്സേജ് ഇട്ട ആളായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാരും ഞങ്ങളുടെ അടുത്ത് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചു. നല്ല രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങവേ ഈ ഷൈൻ ദിനേശ് എന്ന് പറഞ്ഞ വക്കീൽ, ഷൈൻ ദിനേശ് വക്കീലിൻ്റെ ഭാര്യയുടെ മാമനാണ് ഈ മരിച്ചുപോയ അനിൽ വക്കീൽ. ഈ ഷൈൻ ദിനേശ് വക്കീലിൻ്റെ ഓഫീസിലായിരുന്നു ഈ അനിൽ വക്കീൽ പ്രാക്ടീസിനും വന്നത്. ഞാൻ കണ്ടിട്ടേ ഇല്ല അനിൽ വക്കീലിനെ അന്നേരം. അപ്പോൾ ഷൈൻ വക്കീൽ ഇങ്ങനെ ശരിക്കും അങ്ങ് വളരെ പ്രൊവോക്ഡ് ആയിട്ടാണ് അവിടെ വന്നത്. നീയൊക്കെ പറഞ്ഞു തീർന്നോടി, നീയൊക്കെ വാട്സാപ്പിൽ എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ രോഷാവുലനായിട്ടാണ് അവിടെ വരുന്നത്. ഇത്രയും കുറേ ആൾക്കാരെ മുന്നിൽ വെച്ചാണ് ആ മരണ വീട്ടിൽ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ പ്രശ്നം ഇത് രൂക്ഷമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് സുലേഖ വക്കീലിൻ്റെ മൊബൈൽ റെക്കോർഡ് ചെയ്യാനായിട്ട് എടുത്തു. ഷൈൻ വക്കീൽ സുലേഖ വക്കീലിൻ്റെ കയ്യിൽ കടന്നു പിടിക്കുകയും ആ രീതിയിൽ പെരുമാറിയ സമയത്ത് ഞങ്ങൾ പിന്നെ ഷൈൻ വക്കീലിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെല്ലാവരും വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ സീനിയേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ചോദിച്ചപ്പോഴെല്ലാം നമ്മളുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി കൊടുത്തു. ഷൈൻ വക്കീലിനെതിരെ വെഞ്ഞാറമൂട് പോലീസ് ക്രൈമും എടുത്തു. വെഞ്ഞാറമൂട് പോലീസ് കേസ് എടുത്തതിനെ തുടർന്ന് ഞങ്ങൾ ബാർ അസോസിയേഷനും അറിയിച്ചു. അപ്പം ഷൈൻ വക്കീൽ നമുക്കെതിരെ ഒരു പരാതി ബാർ അസോസിയേഷന് കൊടുത്തു. ഷൈൻ വക്കീലിൻ്റെ ഓഫീസിന് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ബാർ അസോസിയേഷൻ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇട്ടു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുമായി സംബന്ധിച്ച് ഞങ്ങളവിടെ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഷൈൻ വക്കീൽ ചെയ്ത് തെറ്റാണ് എന്ന് വക്കീലിന് ബോധ്യമുണ്ടെങ്കിൽ ഷൈൻ വക്കീൽ ഞങ്ങൾ എവിടെ വെച്ചാണോ ഇൻസൾട്ട് ചെയ്തത് അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ഷൈൻ വക്കീലിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാമെന്ന് സുലേഖ വക്കീലിൻ്റെ കയ്യിലാണ് വക്കീലെ കടന്നു പിടിക്കുന്നത്. ഞങ്ങൾക്ക് 4 പേർക്കും എന്ത് അപമാനമുണ്ട്, സുലേഖ വക്കീൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഷൈൻ വക്കീലിൻ്റെ ജൂനിയർ ലിഷാരാജ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കൊച്ചു ബാർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇവർ പ്രമേയം എന്താണെന്ന് കാണിക്കാതെ ഒരുപാട് അഭിഭാഷകരെ കൊണ്ട് ഒപ്പ് കളക്ട് ചെയ്തു. ഈ ഒപ്പ് ശേഖരിച്ചതിലൊന്നും നമ്മളൊന്നും ഒപ്പ് വാങ്ങിച്ചിട്ടില്ല. ഒരു ദിവസം ബാർ അസോസിയേഷൻ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നു, സ്പെഷ്യൽ GB ഉണ്ട്. ആ സ്പെഷ്യൽ GB എന്താണെന്ന് അറിയാൻ ഞങ്ങളും അവിടെ ആ സ്പെഷ്യൽ GBയിൽ പങ്കെടുത്തു. ആ സ്പെഷ്യൽ GBയിൽ ഷൈൻ വക്കീലിൻ്റെ അവിടെ ഈ അനിൽ സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഇൻസിഡൻ്റൊക്കെ ഷൈൻ വക്കീൽ വിവരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും ഞങ്ങൾ എന്താണ് ഷൈൻ വക്കീലിൻ്റെ ഓഫീസിനെതിരെ ബാർ അസോസിയേഷൻ ഗ്രൂപ്പിൽ ഇട്ടത്, ഞങ്ങൾ ഓരോരുത്തരും അവരുടേതായ പോയിന്റ് ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ലാലി എന്ന് പറഞ്ഞൊരു വക്കീൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ സുധീർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് എന്തെന്ന് വെച്ചാൽ സുധീർ വക്കീലങ്ങ് അലറി ഇങ്ങ് സംസാരിക്കുകയാണ്. നിനക്കൊക്കെ മരണ വീട്ടിൽ പോകാൻ എന്തോ ശേഷിയാണ്ടി ഉള്ളത്, നീയൊക്കെ എന്തിനെങ്കിലും ബാർ അസോസിയേഷൻ്റെ ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ബാർ അസോസിയേഷനിലെ ഇതിനകത്ത് ക്രിമിനൽ കേസിൽ ഞാൻ പ്രതിയാണ്, ലിഷാരാജ് പ്രതിയാണ്, ഷൈൻ ദിനേശ് പ്രതിയാണ് എന്നുള്ള രീതിയിൽ അവിടെ വെച്ച് ലാലി എന്ന് പറഞ്ഞ വക്കീലിനെ അടിക്കാൻ പോകുന്ന രീതിയിലായിരുന്നു ക്ഷുഭിതനായിട്ട് സംസാരിക്കുന്നത്. ഇനി അവിടെ നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ 4 പേരും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്നില്ല, ആ മീറ്റിങ്ങിന് നിന്നില്ല. പിന്നെ അതിനുശേഷമുള്ള ഫംഗ്ഷനാണ് നമ്മുടെ ഈ ലോ ഡിന്നർ. തന്നെ മർദ്ദിക്കുന്നത് ഇതേ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രോഗ്രാമിലായിരുന്നു. ഈ ലോ ഡിന്നറിൽ പങ്കെടുക്കാനായിട്ട് നമ്മളെ വിളിക്കാനായിട്ട് ഇവിടെ എൻ്റെ ഓഫീസിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബെൻസി വക്കീൽ, സെക്രട്ടറി ദിലീപ്, പിന്നെ ട്രഷറർ ഷിബു, ഇവർ 3 പേരുടെ ഓഫീസിൽ വന്നു. അതപ്പോൾ ഞാൻ പറഞ്ഞു, വക്കീലെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ കമ്മിറ്റി മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ബാർ അസോസിയേഷൻ ലോ ഡിന്നറിന് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, വെറുതെ വിഷയം ഉണ്ടാക്കണ്ട. അപ്പം ബെൻസി വക്കീൽ പറഞ്ഞു, ഞാൻ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, നമ്മുടെ വക്കീലന്മാരെ ഫംഗ്ഷനാണ്, നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ എന്താണ് ഉറപ്പായിട്ടും വരണം. ഞാൻ പിന്നെ വക്കീൽ നമുക്ക് ഉറപ്പ് തരുവാണ്. പക്ഷേ ഈ ലോ ഡിന്നറിന് പോകണോ പോകണ്ടേന്ന് പോലും ഉള്ളൊരു കൺഫ്യൂഷനായി. എനിവേ ഞാൻ ലാലിയും നമ്മുടെ ആറ്റിങ്ങൽ ബാലൊരു സീനിയർ അഭിഭാഷകയാണ് രാധിക മാഡം കൂടെ ആയിട്ടാണ് ഞങ്ങൾ ലോ ഡിന്നറിന് അനന്താര എന്നുള്ള ഓഡിറ്റോറിയത്തിൽ പോകുന്നത്.
ചെന്ന് കുറച്ച് പ്രോഗ്രാംസ് കണ്ടു, ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചു, ഫുഡ് കഴിച്ചു. തിരിച്ച് ഞങ്ങൾ വരാനായിട്ട് ഇറങ്ങുമ്പം അടുത്ത് ഒരു മാവിൽ ഇങ്ങനെ മാങ്ങ ശരിക്കും ഇങ്ങനെ താഴെ ഇങ്ങനെ ഇഷ്ടം പോലെ പിടിച്ചെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഞെട്ടോടുകൂടി ഒരു മാങ്ങ ഞാൻ പറിച്ചു. പക്ഷേ അപ്പോൾ അപ്പുറത്തെ സൈഡ് കാറിലിരുന്ന് 2 വക്കീലന്മാർ അവർ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കള്ളനെ കണ്ടുപിടിച്ചെന്ന കാറിലിരുന്ന് സംസാരിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ ഇത് വിഷുക്കണിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചതാണ് എന്ന് പറഞ്ഞു. അവർ കാറെടുത്തു. ഞാൻ തിരിച്ച് രാധേ മേഡത്തിൻ്റെയൊക്കെ അടുത്തോട്ട് വരാനായിട്ട് ഞാനിങ്ങനെ തിരിയുമ്പോഴാണ് എൻ്റെ ഇടത് സൈഡിൽ കൂടെ ഈ സുധീർ വക്കീൽ വരുമായിരുന്നു. സുധീർ വക്കീൽ അപമര്യാദയായിട്ട് എൻ്റെ അടുത്ത് പെരുമാറിയപ്പം ഞാനത് റെസിസ്റ്റ് ചെയ്തു. വക്കീൽ എന്തോ കാണിക്കുന്നു വെച്ചിട്ട് ഞാൻ റെസിസ്റ്റ് ചെയ്തു. പിന്നെ വക്കീൽ എന്നെ തല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു നിമിഷം എൻ്റെ തലയ്ക്കൊരു പെരുപ്പായിരുന്നു ഞാൻ അനുഭവിച്ചത്. വക്കീൽ ആരൊക്കെ പിടിച്ചു മാറ്റിയിട്ട് തന്നെ വക്കീൽ നിർത്തുന്നില്ല. എന്നങ്ങ് ഈ തലയ്ക്ക് അടിക്കുകയും കാലി ചവിട്ടുക, എനിക്ക് തള്ളിയിട്ടിട്ട് പോലും വക്കീലിൻ്റെ കൈക്കൊക്കെ പിടിച്ച് വക്കീലിനെ ശരിക്കും എന്നെ ഒരു മൃഗീയമായി മർദ്ദിച്ചു. അതുപോലെ ഞാൻ ജീവനോടൊന്നും കാണുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. എന്തോ എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് വക്കീലിനെ മർദ്ദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ എല്ലാവർക്കും പരാതി കൊടുത്തില്ല. നമ്മുടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആറ്റിങ്ങൽ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് വക്കീലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വിഷമമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാർ അസോസിയേഷന് നാളെ ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. വക്കീലന്മാരെല്ലാം നേരിട്ട് കണ്ടതുമാണ്. നേരിട്ട് തന്നെ മർദ്ദിച്ച വക്കീലിനെതിരെ ബാർ അസോസിയേഷന് നടപടി എടുക്കാമെന്നിരിക്കെ പ്രതിയായ സുധീർ വക്കീൽ തന്നെ മർദ്ദിച്ച് ആശുപത്രിയിൽ ആക്കിയതിനു ശേഷം കൊടുത്ത കള്ളപ്പരാതിയിന്മേൽ ഇപ്പോൾ അവർ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നും ഈ അഭിഭാഷക പറയുന്നു. അതിന് ഉദാഹരണമാണ് വക്കീലന്മാരുടെ ഇടയിൽ തന്നെ നടക്കുന്ന ഇത്തരം ചർച്ചകൾ. ആറ്റിങ്ങൽ ബാർ അസോസിയേഷനിൽ ഇനിയിപ്പോൾ ആരും മെമ്പർഷിപ്പ് എടുക്കില്ല. കാരണം ഏതെങ്കിലും ഒരു വക്കീൽ ഓഫീസിൽ ചെന്ന് ചേർന്ന് ചേർന്ന വ്യക്തി റിട്ടയർമെൻറ്റ് കാണുകയാണെങ്കിൽ അങ്ങനെ തൂങ്ങിച്ചെത്താൻ പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ അടിച്ച ആ ഭാര്യ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ അപ്പം അകത്താവും. പക്ഷേ ഇവിടെ അന്യവൻ്റെ ഭാര്യയെ എടുത്തിട്ട് അടിച്ച് അത് മണിക്കൂറുകളോളം അടിച്ചതിന് ശേഷം ആ പ്രതിക്കെതിരെ ഒരു നടപടിയില്ല. ഈ നട്ടലില്ലാത്ത വാഴത്തട വെച്ച ഈ ബാർ അസോസിയേഷൻ ഭാരവാഹികളെ എന്തിനിവിടെ വെച്ചേക്കുന്നു? ഇത് എല്ലാവരും കൂടെ ജനറൽ ബോഡി വിളിക്കാനായിട്ട്, സ്പെഷ്യൽ ജനറൽ ബോഡി അല്ല, 3 days നോട്ടീസ് കൊടുത്തുള്ള ജനറൽ ബോഡി വിളിച്ച് ഇതിനകത്ത് വെച്ചിട്ട് ഈ ഇരിക്കുന്ന ഭാരവാഹികളെ തൂത്ത് കളയണം. അതിൽ വോട്ട് കിട്ടാതെ ജയിച്ചവന്മാരുടെ മുഖഭാവവും പെരുമാറ്റവും കണ്ടാൽ തോന്നുന്നു അവന്മാരെല്ലാം APJ അബ്ദുൽ കലാമിനേക്കാളും മുകളിലാണെന്നാണ് തോന്നുന്നത്. ഈവൻ അവർ ദൃക്സാക്ഷികളാണ് അതിനകത്ത്. ഈ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഒരു പയ്യനാണ് എന്നെ വലിയൊന്ന് ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടുവന്നതും അവൻ എൻ്റെ അവസ്ഥ നല്ലപോലെ മനസ്സിലാക്കിയതുമാണ്. ഇവൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഇവർ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് പോലും ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോഴും അതിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഞാനും എൻ്റെ സുഹൃത്തായ ലാലയും സുധീർ വക്കീലിനെ വളരെ മൃഗീയമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ബാർ അസോസിയേഷൻ 2 പേജല്ല 3 പേജുള്ളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി OP എടുത്തതും കണ്ണെല്ലാം കലങ്ങി അടിച്ചു ഞാൻ കലക്കിയതും ലാലി പുള്ളിയുടെ കാല് ചവിട്ടിയെന്നും അങ്ങ് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ചീത്ത ഞങ്ങൾ വിളിച്ചു എന്നൊക്കെയുള്ള ആരോപിച്ചുകൊണ്ട് ഒരു പരാതി ബാർ അസോസിയേഷന് കൊടുത്തു. 4-ാം തീയതി 4 മണിക്ക് ബാർ അസോസിയേഷൻ വരണമെന്നും പറഞ്ഞിട്ട് ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ് ബാർ അസോസിയേഷൻ ഒരു സ്റ്റാഫായ മഞ്ജു എന്നുള്ള കുട്ടി വഴി എൻ്റെ ഓഫീസിൽ നോട്ടീസ് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു നോട്ടീസും തന്നിട്ടില്ല. ഇതിനു മുമ്പേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യമായിട്ട് പരാതി കൊടുക്കുന്നത് എൻ്റെ ബാർ അസോസിയേഷനാണ്. കാര്യം ആക്ച്വലി എൻ്റെ ഒരു പരാതി സ്വീകരിച്ചിട്ടല്ല ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ആക്ഷൻ എടുക്കേണ്ടിയിരുന്നത്. അവർ സ്വമേധ അവർ ഐ വിറ്റ്നസ് ആണ്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടെ ഇടപെട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഈ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം തന്നെ കണ്ടതാണ്. ഈ കണ്ടെന്നല്ല, ഞാൻ എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, വക്കീൽ എന്തായി, നിങ്ങൾ എക്സിക്യൂട്ടീവ് കൂടിയോ? ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബബ്ബ പറയുന്നതല്ലാതെ ഇതുവരെ യാതൊരു ആക്ഷനും. ആക്ച്വലി ഇവർക്ക് ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്ത സുധീർ വക്കീലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പോലും ആറ്റിങ്ങലിലുള്ള ബൈലോ പ്രകാരം ബാർ അസോസിയേഷനുണ്ട്. എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ഇദ്ദേഹത്തിന് ബാർ അസോസിയേഷനെ സസ്പെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ അവരിപ്പോഴും
അതെന്താണ് അവരോട് മാത്രം ഒരു പ്രത്യേക പാർഷ്യാലിറ്റി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബാർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റിന്റെ സീനിയറാണ് ഷൈൻ ദിനേശ് വക്കീൽ. എന്തിനാണ് സുധീർ വക്കീൽ എന്നെ തല്ലിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സുധീർ വക്കീൽ എന്നെ എന്തിനു തല്ലി? ഞാനും സുധീർ വക്കീലും തമ്മിൽ ഒരു വ്യക്തിവിരോധവും ഇല്ല. ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്കൊരിക്കലും ഈ സുധീർ വക്കീലിനെ കൈപിടിക്കാനോ അല്ലെങ്കിൽ വേറൊരു പുരുഷനെയും കൈപിടിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. അപ്പോൾ സുധീർ വക്കീലിനെ എത്ര തല്ലിയിട്ട് മതിയാവുന്നില്ല. സുധീർ വക്കീലിനെ പിടിച്ച് മാറ്റുന്ന ആ CCTV ഫുട്ടേജ് വളരെ വ്യക്തമാണ്. ആ മാറ്റുന്നവരെപ്പോലും വക്കീൽ പിടിച്ച് തള്ളുവാണ്. പിടിച്ച് തള്ളിയിട്ടാണ് എന്നെ അടിക്കുന്നത്. അടിക്കുക, ചവിട്ടുക. അപ്പോൾ ഞാൻ ആക്ച്വലി എന്തിനാണ് സുധീർ വക്കീൽ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഷൈൻ വക്കീൽ അതെ, ഷൈൻ വക്കീൽ നമ്മൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. ഷൈൻ വക്കീൽ നമ്മൾ നല്ല ബന്ധമാണ്. ഈ ഇവൻ നമ്മളല്ലോ ഇവിടെ ഈ എക്സിക്യൂട്ടീവ് കൂടിയപ്പോഴും നമ്മൾ ഷൈൻ വക്കീൽ വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചത്. ഈ സുധീർ വക്കീൽ, അതായത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സുധീർ വക്കീൽ എനിക്ക് കിടക്കാനുള്ള കട്ടിൽ ഡോക്ടർ പറഞ്ഞിട്ട് സുധീർ വക്കീൽ കയറിയും കിടന്നു. അവിടെ സുധീർ വക്കീലിനെ കൊണ്ടുവന്ന ഷൈൻ വക്കീലായിരുന്നു. കാര്യം ഞാൻ 21 വർഷമായി വക്കീലായിട്ട്. അപ്പം നമുക്ക് സുധീർ വക്കീൽ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്ത ആ ഒരു പെരുമാറ്റം കൊണ്ട് മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ പോലും വനിതകൾ സേഫ് അല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഞാൻ നിയമപരമായി ഫൈറ്റ് ചെയ്യുന്നത്, ഇനി നമ്മുടെ ആറ്റിങ്ങൽ ബാറിൽ സിന്ധുവിനെ പോലൊരു വ്യക്തിയും ഉണ്ടാവരുത്, സുധീർ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രതിയും വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിയമപരമായി ഫൈറ്റ് ചെയ്യുന്നത്. വക്കീലന്മാർ എന്ന പദവി ഒഴിവാക്കിയാൽ ഇവിടെ ഒരു സ്ത്രീ തെരുവിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്താണ്? ആ ശിക്ഷ അനുഭവിക്കാൻ ഏത് വക്കീലായിരുന്നാലും ഏത് പ്രിവിലേജ്ഡ് വ്യക്തിത്വമായിരുന്നാലും ബാധ്യസ്ഥനാണ്. കാരണം നീതി ദേവതയ്ക്ക് മുമ്പിൽ ഏവരും സമന്മാരാണ്. നീതി ദേവത കണ്ണു തുറക്കട്ടെ. ന്യൂസ് ഡെസ്ക് പോസ്റ്റ് ന്യൂസ്.